ആലമീൻ. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് ഒരാൾ വന്നു. ഒരു ചെറുപ്പക്കാരൻ വരാൻ. സാബിത്ത് എന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്തു തരുമോ എന്ന് ചോദിക്കാനാ വന്നത്. അവിടുത്തെ വലിയൊരു അമീർ, അവിടുത്തെ ഭരണാധികാരി എന്ന് എന്തോന്ന് കിട്ടണം, അത് സാബിത്ത് എന്നവരെ നിങ്ങൾ പറഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം, ഇസ്തിശ്ഫാ ചെയ്യാൻ വന്നതാണ്. എന്തെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ട് സാബിത്ത് അങ്ങ് പറഞ്ഞു, വാ കൂടെ കൂട്ടി. ആരടുത്തേക്ക് പോവാന്നറിയോ? അവിടുത്തെ അമീറിന്റെ ഭരണാധികാരിയുടെ അരികത്തേക്ക് പോവാണ്. എന്തോ ഒരു രസമുള്ള യാത്ര എന്നറിയോ? എന്തിനെ പോകുന്നത്? ഇയാളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാനാണ്. അങ്ങനെയുണ്ട്. റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റെക്കമെൻഡ് ചെയ്യുക. അറബികളൊക്കെ അത് വല്ലാതെ ചെയ്തു, കുറച്ച് ഓവറാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലതൊക്കെ അല്ലേ. വാസ്ത ചെയ്യാന്ന് പറഞ്ഞത് അതൊക്കെ ഇസ്തിശ്ഫാഇന്റെ ചില സുന്നത്തുകളുണ്ട്. നിങ്ങൾക്ക് ഒരാൾക്കൊരു ഉപകാരം ആരോടെങ്കിലും പറഞ്ഞു ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നാണ്. ഒരു മുസ്ലിമിന്റെ പ്രയാസല്ലേ അത് വിചാരിച്ച് ഹക്ക് ബാത്തിൽ ഹക്കിനെ അട്ടിമറിക്കുന്ന രീതി അങ്ങനെയൊന്നും പറ്റില്ല. സാബിത്ത് റളിയല്ലാഹു അൻഹു പോവാണ്, കൈപിടിച്ചു പോയി. فكان لا يمر بمسجد إلا نزل فصلى ركعتين. ഇവിടുന്ന് താമരശ്ശേരിക്ക് പോവാണെന്ന് ഉദ്ദേശിക്കുക. കുറെ ദൂരമുണ്ടോ? എത്ര? എന്നാ വിട്ടു. എന്നാ ഇവിടുന്ന് നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയിലേക്കാണ്. താമരശ്ശേരിന്ന് കട്ട് ചെയ്തിട്ട് പോവാലോ, എടുത്തോട്ട് തിരിഞ്ഞാൽ കൊയിലാണ്ടിക്ക് എത്തിയില്ലേ. കുറേ പള്ളിയില്ലേ റോഡ് സൈഡിലൊക്കെ, ഒരുപാട് കുറെ ഹമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ റൂട്ടിലല്ലേ. ചാടിയിട്ട് ദൂരം കൂടിയാലും വേറെ റൂട്ടിലേ നമ്മൾ ചിലപ്പോൾ പോവാ. അപ്പോ കുറേ പള്ളിയുണ്ട്. ഉദാഹരണം പറയാണ്, ആ പോകുന്ന പള്ളിയിലൊക്കെ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. സാബിത്തുൽ ബുനാനി ഇതങ്ങൾ ചെയ്യാൻ ഇയാളെ കൈപിടിച്ചു പോവാണ്. അമീറിന്റെ അരികത്തേക്ക് പോകുമ്പോ റോഡിന്റെ അരികത്തുള്ള എല്ലാ പള്ളിയിലും നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഇയാൾക്ക് ഇങ്ങനെ ഉസ്താദിന്റെ കൂടെ പോയിട്ട് കുടുങ്ങിയല്ലോ. 2 ഉസ്താദിന്റെ സിയാറത്തിന് പോയി. ഉസ്താദിന്റെ ദുആ തീരണ്ട, പൊന്നാര ഉസ്താദ് എനിക്ക് ഇത്ര ഒന്നാണ് ചോദിക്കാനില്ല, അങ്ങ് നിർത്തിക്കോളി എന്ന് പറയാനും വയ്യ. ഇവിടെ ഒന്ന് കയറി ഉസ്താദ്, അവിടെ ഒരു മഹാനാ കിടക്കണത്, നമ്മൾ ആ ഒരു മഹാനെ കൂടെ ഒന്ന് സിയാറത്ത് ചെയ്യാം. അവിടെ വരാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ മൂപ്പരെ ശിഷ്യനാണത്, അവിടെ വരാൻ നിൽക്കുമ്പോൾ പിന്നെയും മൂപ്പരുടെ എളാപ്പുണ്ട്, വലിയ ആലിമായിരുന്നു, മുഅല്ലിഫ് മുസന്നിഫൊക്കെയാണ്, നമ്മൾ അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാം. സാബിത്തുൽ ബുനാനി തങ്ങളുടെ കൂടെ പോകുന്ന എല്ലാ പള്ളിയിലും 2 റക്അത്ത് നിസ്കരിച്ചു ഇയാളെ കൊണ്ട്. ഇയാളുടെ ആവശ്യം നിർവഹിക്കാൻ കൈപിടിച്ച് കൊണ്ടുപോവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. എല്ലാ പള്ളിയിലും فكان لا يمر بمسجد الا نزل وصلى فيه ركعتين. 2 റക്അത്ത് നിസ്കാരം എല്ലാ പള്ളിയിലും. അങ്ങനെ അമീറിന്റെ സ്ഥലത്തേക്ക് എത്തി, ഇവരുടെ നാട്ടിലേക്ക് എത്തി. സാബിത്ത് തങ്ങൾ പറഞ്ഞു, പിന്നെ ഇത് എന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഇതാ ഒരു കാര്യം. കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നിന്നു. ഒരു ചോദ്യം ഇവിടെ ഉണ്ടായില്ല. ആയിക്കോട്ടെ, ഓക്കെ, പാസ്സാക്കി. അപ്പൊ ചെറുപ്പക്കാരന് സന്തോഷമായല്ലോ. കൈപിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് സാബിത്ത് റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുനാനി തങ്ങൾ ചോദിക്കുക. നോക്കണം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ആ ഒരു സ്വഭാവ ഗുണം. സാബിത്ത് തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ കൈപിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ലഅല്ലഹു ശഖ്ഖ അലൈക വഖൂഫി ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ പള്ളി കണ്ടപ്പോഴും അവിടെ 2 റക്അത്ത് ഇരുന്ന് നിസ്കരിച്ചത് നിനക്ക് പ്രയാസമായോ എന്റെ കൂടെ കൂടിയിട്ട്? എല്ലാ പള്ളിയിലും നമ്മൾ നിസ്കരിച്ചില്ലേ പോരുമ്പോ, പ്രയാസമായോ? നമ്മൾ ഒരേ ഇല്ല, അത് നുണയാണ്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. അയാൾ പറഞ്ഞു നഅം, അതെ സംഭവം ശരിയായിട്ട് കുറച്ച് ഇടങ്ങേറുണ്ടായിരുന്നു. മുസ്ലിം അങ്ങനെയാണ്, ഈ മുജാമലാത്ത് വേണ്ടാണ്. എന്തിനാ അങ്ങനെ ഉള്ളതുപോലെ പറയണം. ദാഹിക്കുന്നുണ്ട്, നല്ല ദാഹമുണ്ട്, വെള്ളം വേണമെന്ന് ചോദിച്ചു. എനിക്ക് ദാഹമില്ല, അല്ലെ വെള്ളം വേണ്ട. അത് കിസ്ബത്താണ്, ഒരു ചെറിയ നുണയാണ്. അതൊക്കെ ദാഹമുണ്ടെന്ന് മൂപ്പർക്ക് പറയാം, പഠിച്ചവന് പറയാം, എന്നാ കുടിച്ചുകൂടെ, ഉണ്ടെന്ന് പറഞ്ഞൂടെ. അല്ലെങ്കിൽ ദാഹമുണ്ട്, ഞാൻ ഇപ്പൊ കുടിക്കണില്ല, അതൊരു നല്ല വാക്കാണ്. കല്യാണം പറയാൻ പോകുമ്പോണ്ടൊരു കുടുങ്ങല്, രസ്നപ്പൊടി കലക്കി കൊടുത്തിട്ടേ കുടിക്കാതെ പെരക്കാര് വിടൂല്ല, ഇതൊക്കെ കുടിക്കാതെ കഴിയില്ല. തൊണ്ടം എത്തിയിട്ടുണ്ടാവും ഓരോരോ പേരെന്നും കുടിച്ചിട്ട്. ദയവ് ചെയ്ത് പൊന്നു മുഅ്മിനീങ്ങളെ, നിങ്ങൾ പച്ചവെള്ളം കൊടുത്തൂടി കല്യാണം പറയാൻ വരുന്നവർക്കൊക്കെ. ഒരു കുടിച്ച് ഷുഗർ ഒരൊറ്റ ആഴ്ച കൊണ്ട് അങ്ങോട്ട് റോക്കറ്റ് ചെയ്യും.
നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണെങ്കിൽ അത് തിരക്കേടില്ല. അത് പൊടി കലക്കി കൊണ്ടുവരും. എന്നോ കൊണ്ടുവന്ന് വെച്ചത് കട്ട പിടിച്ചതൊക്കെ ജ്യൂസിലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് മിക്സിയിലൊക്കെ ഇട്ടിട്ട് കലക്കി കൊടുക്കുകയാണ്. ഈ സാധുവും പെണ്ണും ഭാര്യയും ഇയാളും കൂടി ചെന്ന് കയറി എന്തൊരു ഇടങ്ങാറാക്കലാണ്. അത് ചെയ്യരുത്. അവർക്ക് വേണ്ടേ? അവർക്ക് വേണ്ടാത്തോണ്ടാക്കുക. വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ പോവാണ്, പിന്നെ വരാം. മതി, അൽഹംദുലില്ലാ. അപ്പൊ എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ മതി. അപ്പൊ മനസ്സിലാവും. വേണ്ടാന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് വെറുതെ പറയണോ? രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കുടിക്കുമായിരുന്നല്ലോ, അടുത്ത ചക്ര പിന്നെ അതേ ആയിരിക്കും. പോലെ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടുള്ളൂ, കല്യാണത്തിന് ഒരിക്കലേ വിളിച്ചിട്ടുള്ളൂ, അതിനൊന്നും നിങ്ങൾ പോകാൻ മാത്രമല്ല, ഞാൻ വലിയ ആളല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് നമ്മളെല്ലാവരും സത്യം പറയാനെന്ന് തീരുമാനിച്ചാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. നമ്മളുള്ളതേ പറയുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലായാൽ ഇയാൾക്ക് വെള്ളം ആവശ്യമില്ലായിട്ടാണ് കൊടുക്കേണ്ട. കല്യാണം പറയാൻ പോയവർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാവും. അതിന്റെ ഒരു അടങ്ങേറെ വിഷമൊന്നും വിചാരിക്കണ്ട. ലാ ളററ വലാ ളിറാറ. നിങ്ങൾ ബുദ്ധിമുട്ടാവും വേണ്ട, വേറെ ആരെ ബുദ്ധിമുട്ടാക്കും വേണ്ട. ഇതാണ് ശറഇന്റെ തീരുമാനം. നിങ്ങൾ ബുദ്ധിമുട്ടാവും വേണ്ട. എന്തിനാ നിങ്ങൾ ഒരു പഞ്ചാര ഇറക്കുന്നത്? അടുത്ത ആൾ വന്നാൽ അയാൾക്ക് കൊടുത്തൂടെ? ദാഹിച്ച ആൾ വരുമ്പോൾ അയാൾക്ക് ഇറക്കി കൊടുത്തൂടെ? വലാ ളിറാറ. ആരെയും ബുദ്ധിമുട്ടാക്കും വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും വേണ്ട. എന്തൊരു മനോഹരമാണ് ശറഇന്റെ കാഴ്ചപ്പാട്. അപ്പൊ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, നിങ്ങളെ കൈപിടിച്ച് നമ്മളിങ്ങനെ നടന്നപ്പോ പ്രയാസായോ? ഓരോ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചപ്പോ? നഅം, പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിയാണ്. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കേൾക്കണം മുഅ്മിനേ. മാ സല്ലൈതു സ്വലാതൻ ഇല്ലാ ത്വലബ്തു ഇലല്ലാഹി തആല ഫീ ഹാജതിക അൻ യഖ്ദിയഹാ. ഓരോ നിസ്കാരം നിസ്കരിച്ചപ്പോഴും സുജൂദിൽ കിടന്നിട്ട് ഞാൻ അള്ളാഹുവോട് പറയുകയായിരുന്നു, അള്ളാഹുവേ, എന്റെ കൂടെയുള്ള കൂട്ടുകാരന്റെ എന്താണോ ആവശ്യം അത് നീ നിർവഹിച്ചു കൊടുക്കണമേ. എന്റെ സുജൂദിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയായിരുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു മനോഹരം. നിന്റെ കൂടെ വന്നില്ലേ? നീ എനിക്ക് ഭാരമായതല്ല. നിന്റെ പ്രശ്നം അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ കൂട്ടുകാരന്റെ പ്രശ്നം നീ പരിഹരിക്കണേ എന്ന് ഓരോ നിസ്കാരത്തിലും ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട്? നിസ്കരിക്കണം, കൂട്ടുകാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. എന്ത് കിട്ടും? നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് റിസ്ക് തരും നബിയേ. ഉമ്മത്തികളെ, ഞാനാണ് ഭക്ഷണം തരുന്നവൻ, ഞാനാണ് നിങ്ങൾക്കുള്ള റിസ്ക് തരുന്നത്. സസ്റ്റനൻസ്, ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം റിസ്ക്കാണ്. ഭക്ഷണം മാത്രമല്ല റിസ്ക്. ഇൽമ്, ഒരു ഉസ്താദ് ഒരു ശിഷ്യന് കൊടുക്കുന്ന ഇൽമ് റിസ്ക്കാണെന്നാ പറയാം. അത് ആ ശിഷ്യന്റെ കൽബിലെ ശുദ്ധി അനുസരിച്ച് ഉസ്താദിനടുത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ശിഷ്യൻ പോണത് ഉസ്താദിനെ പറ്റിക്കാനാ, അപ്പൊ കിട്ടൂല. കൽബിന്റെ ശുദ്ധി അനുസരിച്ചാണ് ഇൽമു കിട്ടുക. അത് റിസ്ക്കാണ് സുഹൃത്ത്, ഒരു റിസ്ക്കാണ്. നല്ലൊരു ഭാര്യ റിസ്ക്കാണ്, മക്കൾ റിസ്ക്കാണ്, സൗഹൃദ ബന്ധം റിസ്ക്കാണ്, നല്ല സമാധാനം, നാട്ടിൽ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് റിസ്ക്കാണ്. അള്ളാഹു തരുന്നതാണ്, അള്ളാഹു തരുന്നതാണ്, അള്ളാഹു തരുന്നതാണ്. അതൊക്കെ നമ്മൾ പല കാരണം പറയും. കേന്ദ്രത്തിൽ മറ്റോനല്ലേ ഇരിക്കുന്നത്, ഇവിടെ മറ്റാളല്ലേ ഭരിക്കുന്നത്. റിസ്ക് തരുന്നത് അല്ലാഹുവാണ്. വതീബുൻ നഫ്സി മിനൻ നഈം, മനസ്സമാധാനം ഏറ്റവും വലിയ നിഅമത്താണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നഈമിനെ കുറിച്ച് ചോദ്യമുണ്ട്. വതീബുൻ നഫ്സി മിനൻ നഈം, മനസ്സമാധാനം ചോദ്യമുണ്ട് എന്ന് പറഞ്ഞ നഈമിൽ പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എത്ര നിഅമത്തനുസരിച്ച് എത്രയാ നമ്മൾ ആസ്വദിക്കുന്ന നിഅമത്ത്, എത്രയാണ് അള്ളാഹുവിന്റെ നിഅമത്ത്. ലാ യുഅദ്ദു വലാ യുഹ്സാ, ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളതിന്റെ ആഴം ചിന്തിച്ചിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും വലിയ നിഅമത്തുകൾ നമുക്കുണ്ട്. സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വഹാഹിയ ഖദ് ഖുദിയത്, നിന്റെ ആവശ്യം ഇപ്പൊ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞില്ലേ. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഭരണാധികാരി നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാൻ ഓരോ നിസ്കാരത്തിലും ഞാൻ ചോദിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട മനസ്സമാധാനം റിസ്ഖല്ലയോ? നിങ്ങൾക്ക് കിട്ടേണ്ട സമ്പത്ത് റിസ്ഖല്ലയോ? നിങ്ങളുടെ ആവശ്യം നിർവഹിക്കപ്പെടുന്നത് റിസ്ഖല്ലയോ? നബിയേ, വഅമുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ, നബിയെ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും വീട്ടുകാരോട് നിലനിർത്താൻ കൽപ്പിക്കുകയും ചെയ്യണം. ക്ഷമയോടുകൂടെ നിലനിൽക്കണേ നബിയേ. ഉമ്മത്തികളോടാ ഖുർആൻ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ക്ഷമയോടുകൂടെ നിസ്കാരം നിലനിർത്തുകയും വീട്ടുകാരോട് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്ഷമ വേണ്ടിവരും. ഇതേ ഇന്നലെ പറഞ്ഞു തന്നെ നാളെയും പറയേണ്ടി വരും. മറ്റന്നാളും ഒന്ന് ചോണ മാറ്റി നോക്കുക, ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കുക. വീട്ടുകാരെ നിസ്കരിക്കണമെന്ന്. ഭർത്താവ് ഭയങ്കര ദീനിയാണ്, തീരെ നിസ്കരിക്കാത്ത പെണ്ണുങ്ങളില്ലേ?
നേരെ മറിച്ച് എന്തോ ഒരു ദീനിയായ മക്കളുണ്ട് റബ്ബേ. ഞാൻ അറിയുന്നൊരു കുട്ടി അവരുടെ ഹിഫ്ളൊക്കെ 15 ജുസൊക്കെ പഠിച്ചു എന്നൊക്കെ കുട്ടിന്റെ വാപ്പ പറഞ്ഞു. പക്ഷെ ഭർത്താവ് പറയാ ഈ പുറത്തിറങ്ങുമ്പോൾ തലയിൽ തട്ടം കൂടി ഇടാൻ പാടില്ല. എന്താ ചെയ്യാം? വലിയൊരു വിഷമത്തിൽ. അള്ളാഹു കുട്ടിക്ക് നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനല്ലേ ചെന്നുപെടുന്നത് എന്തെല്ലാം രീതിയിൽ. മക്കള് നല്ല ദീനിയാണ്, വാപ്പ ജനിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വലിയൊരു സങ്കടകരമായൊരു കഥ കേട്ടത് നമ്മുടെ ഭാഗത്ത് നല്ല കുറച്ച് തെക്കോട്ടാണ്. ഞാൻ ജില്ല പറഞ്ഞാൽ പിന്നെ അത് ജില്ലയെ പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം, അതുകൊണ്ട് ഞാൻ പറയണില്ല. വാപ്പ സ്വന്തം മോൻ ബിസിനസ് ഡൗൺ ആയപ്പോഴേ മോനെ പുറത്താക്കി വീട്ടിന്ന്. നീ ഇങ്ങോട്ട് വരണ്ട, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ വരണ്ട. അവനെയും കണ്ടുകൂടാ, അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പുറത്താക്കിയിരിക്കുകയാണ്. അയാൾക്ക് വീടില്ല. വീടിന്റെ വാടക കൊടുക്കാത്തതിന്റെ പേരിൽ അതിന്റെ ഉടമസ്ഥൻ പുറത്താക്കിയിട്ടുണ്ട്. മോനെ, വാപ്പാന്റെ അടുത്തേക്ക് മോനിങ്ങ് പോര്. ഇന്നലെ വരെ വലിയ സമ്പത്തുണ്ടായിരുന്ന മോനാണിത്, വലിയ സമ്പത്ത്. ഇന്ന് നഷ്ടപ്പെട്ടു, വലിയ പരാജയത്തിലാണ്. വാപ്പ, സ്വന്തം വാപ്പ, പിന്നെയാണ് അമ്മോശനും ബാക്കിയുള്ളവരൊക്കെ. സ്വന്തം വാപ്പ മോനോട് വീട്ടിൽ കയറണ്ട. ബാക്കി ജ്യേഷ്ഠനജന്മാർ വലിയ സമ്പത്തുള്ളവരാണ്, അവരെ കൂട്ടിപ്പിടിച്ച് നടക്കുകയാണ് വാപ്പ. ഈ മകൻ തെരുവിൽ. ഇങ്ങനെയൊക്കെ നടക്കുമോ? ഞാൻ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാർ? സമ്പത്ത് കുറയുമ്പോഴേക്കും മക്കളെ വരെ വേർതിരിച്ച് കാണുന്ന ഉമ്മവാപ്പമാർ. ഒന്ന് കേൾക്കും, പൊന്നാര ഉമ്മ, പൊന്നാര വാപ്പ, നിങ്ങളുടെ മക്കളല്ലയോ ഏറ്റവും വലിയ റിസ്ക്. അവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത് അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ ഈ സാധുവായ മനുഷ്യൻ നമ്മുടെ കേരളത്തിന്റെ അങ്ങേ തലസ്ഥാന നഗരി നിലനിൽക്കുന്ന ജില്ലയിൽ സ്വന്തം ജ്യേഷ്ഠന്റെ അരികത്ത് ചെന്നു. ജ്യേഷ്ഠൻ വലിയ ശമ്പളവും വലിയ വലിയ സൗകര്യമുള്ള ആളാണ്, പക്ഷെ അള്ളാഹുവിൽ നകന്ന് ജീവിക്കുന്ന ആളാണ്. ആ ജ്യേഷ്ഠൻ പറഞ്ഞു, നീ വലിയ അള്ളാന്റെ ആളല്ലേ, എന്തേ നിന്റെ കാര്യമൊന്നും പരിഹരിക്കപ്പെടാത്തത്? യാ അല്ലാഹ്, സൂറത്തുൽ കഹ്ഫിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അസ്ഹാബുൽ ജന്ന, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാഫിറായ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്, അള്ളാന്റെ ആളായിട്ട് എനിക്ക് പരീക്ഷണോ? നിന്റെ കൂടെ പോരെ, ഞങ്ങളതാ സുഖിച്ച് നടക്കുന്നു. ആ വാക്കിന് അദ്ദേഹം ഒരു മറുപടിയും കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. ആ സങ്കടമാണ് പറയാൻ. അയാൾ ദ്വാരക്കാനും വേണ്ടി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ, അള്ളാഹു പരിഹാരം നൽകട്ടെ. ഹിഫ്ദിന് പഠിക്കുന്ന കുട്ടിയുണ്ട് അയാൾക്ക്. ആ ചെറിയ മോളും മോനും പാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ സമാധാനത്തിലാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ജ്യേഷ്ഠൻ ലക്ഷങ്ങളും കോടികളും സമ്പാദ്യമുണ്ട്. പക്ഷെ അള്ളാഹു മക്കളാലെ വിവാഹം ചെയ്തയച്ച മകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടും അല്ലാതെയും വിവാഹപ്രായമെത്തി ആരും കൊണ്ടുപോകാനിരിക്കണില്ല. ഇതേ ചോദ്യം ഇയാൾക്ക് ചോദിച്ചൂടെ? നിന്റെ കൂടെ അള്ളാഹു അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള ആളിപ്പോ എവിടെ എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളത് പോയി ചോദിക്കരുത്, നമ്മളത് ചോദിക്കേണ്ട, ക്ഷമിക്കിൻ, നിങ്ങൾക്കതിൽ കൂലി ഉണ്ടാവും. ഇതാണ് ലോകം. പൈസയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ള യന്ത്രമാക്കി കാണുന്ന ഭാര്യമാർ, അങ്ങനത്തെ വാപ്പമാർ, അങ്ങനത്തെ മക്കൾ, അങ്ങനത്തെ ഉമ്മമാർ, അങ്ങനത്തെ ഉപ്പമാർ മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടാവില്ലേ? ഒരു മനുഷ്യരിലും ഉണ്ടാവാൻ പാടില്ല. നഹ്നു നർസുഖുക്, ഞാനാണ് റിസ്ക് തരുന്നത് എന്ന് അല്ലാഹു തആല പറയാം. റിസ്ക് തരുന്നത് ആരാണ്? അല്ലാഹു ജല്ല ജലാലുവാണ്. സ്വന്തം കുടുംബത്തിലെ ആർക്കെങ്കിലും വല്ല പരീക്ഷണവും അല്ലാഹു നൽകുന്നത് സ്വന്തം ബന്ധുക്കളിൽ, സ്വന്തം കുടുംബത്തിൽ നിസ്കരിക്കാത്ത ആളുകൾ, ജ്യേഷ്ഠാനുജന്മാർ നിസ്കരിക്കാത്തവർ, ഭാര്യ നിസ്കരിക്കാത്തവർ, പ്രായപൂർത്തിയെത്തിയ മക്കൾ നിസ്കരിക്കാത്തവർ വീട്ടിലുണ്ടെങ്കിൽ അവർ കാരണം ബാക്കിയുള്ള ആളുകൾക്ക് പരീക്ഷണം വരും എന്നാണ് ഈ ആയത്തിന്റെ തന്നെ അർത്ഥം. ആ മനുഷ്യൻ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളാ, എന്തേ പരീക്ഷണം? വീട്ടുകാർ നിസ്കരിക്കാത്തവരായി മാറിയിട്ടുണ്ട്. പറഞ്ഞേക്കണം, ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിച്ചില്ല എന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മുഖീമിസ്സലാ, അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരണമേ തമ്പുരാനെ. എല്ലാറ്റിനും അതേ പരിഹാരം.